കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. Hi everyone. So today we are going to look into IGNOU Focus 6.0, which is an ultimate analysis of previous year question papers from IGNOU. So today we are going to look into the paper BEGC 101 Indian Classical Literature. Okay, നമ്മൾ ഇന്ന് previous year analysis ആണ് നോക്കാൻ പോകുന്നത്. And the paper we are going to look into is BEGC 101 Indian Classical Literature. Okay, Indian Classical Literature എന്ന് പറയുന്നത് BA English, അതായത് BAEGHന്റെയും BFEGന്റെയും ഒരു ഫൗണ്ടേഷണൽ കോഴ്സ് ആണ്. ആൻഡ് ഈ കോഴ്സിൽ വരുന്നത് നമുക്ക് കാളിദാസ അഭിജ്ഞാന ശാകുന്തള വരുന്നുണ്ട്, വ്യാസസ് മഹാഭാരത, ശൂദ്രകാസ് മൃച്ഛകടിക ആൻഡ് ഇലിംഗോ അടികാൽ ശിലാപതികാരം. ഇങ്ങനെ 4 ബ്ലോക്സും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് വിത്ത് 16 യൂണിറ്റ്സ്. ആൻഡ് ഈ അനാലിസിസ് ബിൽഡ് ചെയ്തിട്ടുള്ളത് 8 ടേം എക്സാമിനേഷൻ പേപ്പേഴ്സ് നോക്കിയിട്ടാണ്. അതായത് December 2021 മുതൽ December 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ ഒരു അനാലിസിസ് നിങ്ങളുടെ എക്സാം പാറ്റേൺസ് മനസ്സിലാക്കാൻ, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനും ഒക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നായിരിക്കും. ആൻഡ് ഇതിൽ നിങ്ങൾ എക്സാം പാറ്റേൺ, ഹൈൽഡ് സിലബസ് മാപ്പ്, ക്യൂറേറ്റഡ് ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ്, 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതേപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പം ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് പഠിക്കാൻ, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ നിങ്ങൾ എക്സാമിന് മുന്നേ ഒരു റിവിഷൻ ആണ് നടത്തുന്നതെങ്കിലും ഈ ഒരു ഗൈഡ് നിങ്ങളെ എന്ത് ഫോക്കസ് ചെയ്യണം, എന്താണ് ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുന്നുള്ളത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആൻഡ് കീപ് ഇൻ മൈൻഡ് യു ഷുഡ് സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്ഡ്, ആൻഡ് your preparation is a process and not a panic. Okay, and we are going to walk through this together. How to use this deck. Okay, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഡെക്ക് യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് യു ഹാവ് ടു ചൂസ് a pathway. Okay, നിങ്ങളൊരു പാത്വേ ചൂസ് ചെയ്യണം വിച്ച് ഇസ് അക്കോർഡിംഗ് ടു യുവർ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ. നിങ്ങളുടെ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ എന്താണ് എന്നുള്ളതിനനുസരിച്ച് യു ഷുഡ് ചൂസ് എ പാത്വേ. ഫസ്റ്റ്, പാത്ത് 1, the 48-hour bare minimum 48-hour rescue bare minimum to pass. അതായത് നിങ്ങൾ ഇതുവരെ SLMs ഒക്കെ ബേർലി ടച്ച് ചെയ്തിട്ട് അടുത്ത് കൂടെ പോയിട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ എക്സാം ഇത്രയും അടുത്താണ്, അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു 48-hour റെസ്ക്യൂ പ്ലാൻ ആണ് ഇവിടെ പറയുന്നത്. യു ഹാവ് ടു റീഡ് സെക്ഷൻ 5 വിച്ച് ഇസ് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആൻഡ് മെമ്മറൈസ് ദ ആൻസർ ബ്ലൂ പ്രിന്റ് ഫോർ ഓൾ ദ 3-star ക്വസ്റ്റ്യൻ. 3-star കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെരി ഹൈ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് എന്തായാലും മെമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ആൻഡ് ഫോക്കസ് ഓൺ 4 യൂണിറ്റ്സ്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓൺ ശാകുന്തള ഫോക്കസ് ചെയ്യുക. ബ്ലോക്ക് 2 യൂണിറ്റ് 2 ദ ഡൈസിംഗ് ഫോക്കസ് ചെയ്യുക. ബ്ലോക്ക് 3 യൂണിറ്റ് 2 പ്ലോട്ട് സ്ട്രക്ചർ ഓഫ് മൃച്ഛകടിക ഫോക്കസ് ചെയ്യുക. ആൻഡ് ബ്ലോക്ക് 4 യൂണിറ്റ് 2 ശിലാപതികാരം ടെക്സ്ചർ അനാലിസിസ്. These cover bulk of 6 section C questions. Okay, ഇതിലാണ് കൂടുതലും സെക്ഷൻ C എന്നുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. So please do cover these units. Okay, and then study appendix A, 5 model answers and practice rewriting 2 of them from memory. Okay, നിങ്ങൾ പഠിക്കുക, അത് ഒന്ന് റിവൈസ് ചെയ്ത് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. ആൻഡ് you should memorize at least 4 text passage from section A questions in the PYQs. The same passages recur frequently. Okay, and then attempt practice it A under timed condition, that is 3 hours. Compare with appendix 6
Appendix C answers. Then the second part, which is the 2-week strategy, solid scoring. Okay. ഇവിടെ നിങ്ങൾ ഏകദേശം SLMs മൊത്തം വായിച്ചിട്ടുണ്ട്. എക്സാം ഫോക്കസ്ഡ് റിവിഷൻ ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. You should use high yield syllabus map, which is section 4, to prioritize all high yield and medium yield units. Read corresponding SLM chapters. Okay, നിങ്ങൾ high yield ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും high yield ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മീഡിയം yield ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് യൂണിറ്റ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യുക ആൻഡ് ദെൻ അതിന്റെ കറസ്പോണ്ടിങ് SLMസും വായിക്കുക. ഓക്കെ, then work through the entire golden question bank. Each question draft a 1-page outline using the answer blueprint. Okay, അപ്പം ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്സ് യൂസ് ചെയ്യുക. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ഒരു ആൻസർ ബ്ലൂ പ്രിന്റ്, ഒരു 1-page ആൻസർ ബ്ലൂ പ്രിന്റ് പ്രിപ്പയർ ചെയ്യുക. And then pay attention to characterization in Mrichagadiga, Sagara, Sarvilaga, Charudatta, then Karna's dilemma and disbeliefs, then gender, caste, kingship in Shakuntala, and justice or Pattini cult in Chilabadigaram. Okay, then complete both practice sets A and B under exam conditions. Self-evaluate using Appendix C. Study the answer writing toolkit section 7 and apply the IQCC framework to all long answer practice. Okay. Now part 3, which is the comprehensive approach, or 70 plus aim ചെയ്യുമ്പോൾ ഫുൾ കവറേജ് ആൻഡ് ടോപ്പ് മാർക്സ് വേണമെന്നുണ്ടെങ്കിലാണ് ഇത് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് എല്ലാ യൂണിറ്റിന്റെയും SLMs സിസ്റ്റമാറ്റിക്കലി വായിക്കുക. ഹൈ yield സിലബസ് മാപ്പ് അലോക്കേറ്റ് യൂസ് ചെയ്തിട്ട് ടൈം അലോക്കേറ്റ് ചെയ്യുക. നമുക്ക് ഹൈ yield യൂണിറ്റ്സ് ഏതാണോ വരുന്നത് അതിന് ടൈം അലോക്കേറ്റ് ചെയ്യുക. ആൻഡ് ഓരോ യൂണിറ്റിനും പ്രിപ്പയർ അറ്റ്ലീസ്റ്റ് 3 possible essays. ഓക്കെ, ആൻഡ് ആൻസർ ഷുഡ് കവർ ഡിഫറെന്റ് ആംഗിൾസ്, തീമാറ്റിക്, ക്യാരക്ടർ ബേസ്ഡ്, കമ്പാരറ്റീവ്, ഇങ്ങനെ ആംഗിൾസ് മാറ്റിയിട്ട് ഓരോ യൂണിറ്റ്സിനും 3 possible essays ആൻസർ ചെയ്ത് നോക്കുക. ദെൻ ക്രോസ് റെഫറൻസ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് വിത്ത് PYQ patterns. Then the assignment signal section, Appendix B, highlights direct overlaps and risk areas. Then practice writing at least 500 word essays under timed conditions, 25 minutes each. അതായത് 500 words essays എഴുതി നോക്കുക, 25 minutes each allocate ചെയ്തിട്ട്. Then prepare for the new exam format seen in December 2024, which is 2 section instead of 3. ഓക്കെ, ഡിസംബർ 2024 വന്നിട്ടുള്ള ഒരു ഫോമാറ്റിനെയും നിങ്ങളൊന്ന് റെഫർ ചെയ്യുക. അതായത് 2 സെക്ഷൻ ആക്കിയിട്ട് വന്നിട്ടുണ്ട്. അതായത് 3 sections ആണ് യൂഷ്വലി കാണാറ്, അതൊന്നൊരു ചെറിയ ഡിഫറൻസ്. ഓക്കെ, ആൻഡ് ഡിഫറെന്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ 3 section ഫോമാറ്റ്. ദെൻ 2 പ്രാക്ടീസ് സെറ്റും കംപ്ലീറ്റ് ചെയ്യുക, മോഡൽ ആൻസേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക. വീക്ക് ഏരിയാസ് ഈ ഒരു സെൽഫ് അസസ്മെന്റിൽ റിവൈസ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. നൗ എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ബേസ്ഡ് ഓൺ അനാലിസിസ് ഓഫ് PYQs ഓഫ് BEGC 101. എക്സാം അറ്റ് എ ഗ്ലാൻസ്. നമുക്ക് ടോട്ടൽ 100 മാർക്സിനാണ് ഈ ഒരു പേപ്പർ വരുന്നത്. ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് 3 hours ഡ്യൂറേഷൻ. ഓക്കെ, 3 hours ആണ് ടൈം കിട്ടുക. ഓക്കെ, ഇതിലൊരു കീ ഒബ്സർവേഷൻസ് കാര്യങ്ങൾ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോമാറ്റ്, അതായത് 8 സെഷൻസ് എടുത്തു നോക്കിയതിൽ 6ലും യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് 3 sections ഉള്ള ഫോമാറ്റ് ആണ്. അതായത് സെക്ഷൻ A 4 എണ്ണം എഴുതുക, വിച്ച് വിൽ ബി ഹാവിങ് 5 marks each and total of 20 marks ആണ് സെക്ഷൻ എയിൽ വരിക. ആൻഡ് ദെൻ യു സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ ഇത് ഷോർട്ട് നോട്ട്സ് ആണ് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് പാസേജ് ആണ് വരുന്നത്. 100 wordsലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ആൻഡ് സെക്ഷൻ ബിയിലേക്ക് വരുമ്പം 2 എണ്ണമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈച്ച് വിൽ ബി ക്യാരിങ് 10 marks. ഓക്കെ, ഓരോന്നിനും 10 marks ആണ്. മൊത്തം 20 marks ഇവിടെ നിന്നും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. മീഡിയം ആൻസേഴ്സ് ആണ്, അതിലൊരു 250 wordsനാണ് വരേണ്ടത്. ആൻഡ് ദെൻ വി ഹാവ് സെക്ഷൻ സി. സെക്ഷൻ സിയിലേക്ക് വരുമ്പം യു ഷുഡ് ആൻസർ 3 questions വിച്ച് ഹാസ് 20 marks ഈച്ച്. ആൻഡ് ഈ ഓരോന്നിനും 20 marks വെച്ച് നിങ്ങൾക്ക് മൊത്തം ഇവിടെ സ്കോർ ചെയ്യാൻ 60 marks ആണ്. ഇത് ലോങ് എസ്സീസ് ആണ്, അപ്പം 350 to 500 wordsലാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ ഡിസംബർ 2024 2 section ഫോർമാറ്റ് ആണ് ഉണ്ടായിരുന്നത്. അതായത് സെക്ഷൻ എ ആൻഡ് സെക്ഷൻ ബി വന്നു. സെക്ഷൻ എയിലേക്ക് വന്നപ്പം 2 എണ്ണം 10 മാർക്കിൻ്റെത് നിങ്ങൾ ആൻസർ ചെയ്യണം, അങ്ങനെ 20 marks വന്നു. സെക്ഷൻ ബിയിലേക്ക് വന്നപ്പോൾ 4 എണ്ണം 20 marksന്, അതായത് 80 marksന് മൊത്തം അങ്ങനെ വന്നു.
ആൻഡ് ജൂൺ 2025 ഡിസംബർ 2025 സ്റ്റാൻഡേർഡ് 3 സെക്ഷൻ പാറ്റേണിലേക്ക് തന്നെ റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആൻഡ് സെക്ഷൻ എ ടിപ്പിക്കലി ഇൻക്ലൂഡ്സ് ഒരു 2 to 3 കോണ്ടെക്സ്റ്റ് പാസേജസ് ആണ്, അതായത് പ്രിസ്ക്രൈബ് ടെക്സ്റ്റ് എന്നുള്ള കുറച്ചൊരു കോണ്ടെക്സ്റ്റ് വന്നിട്ട്. ആൻഡ് ദെൻ ഷോർട്ട് നോട്ട്സ് വന്നിട്ടുണ്ട്, അതായത് പ്ലേ റൈറ്റ്സിനെ കുറിച്ച്, ലിറ്റററി കോൺസെപ്റ്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടേംസിനെ കുറിച്ച്. നൗ എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റിലേക്ക് വരുമ്പോൾ സെക്ഷൻ എയിൽ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് പാസേജ് ആണ് 20% വരുന്നത്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ മീഡിയം അനാലിറ്റിക്കൽ ആൻസേഴ്സ്, അതും 20% ആണ് വരുന്നത്. പിന്നെ ക്രിട്ടിക്കൽ ആൻഡ് കമ്പാരറ്റീവ് എസ്സേസ് 50% വരുന്നുണ്ട്. ക്യാരക്ടർ സ്റ്റഡി എസ്സേസ് ഒരു 20% ആൻഡ് തീമാറ്റിക് ആൻഡ് ടെക്സ്ച്വൽ അനാലിസിസ് എസ്സേസ് ആണ് 25% വരുന്നത് കേട്ടോ. നൗ ഹൈ ഈൽഡ് സിലബസ് മാപ്പ്, നമ്മൾ എക്സാം ഫ്രീക്വൻസി അനുസരിച്ച് യൂണിറ്റ്സിനെ കാറ്റഗറൈസ് ചെയ്യാണ്. ഓക്കെ, ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ പഠിത്തം ഇനി മുന്നോട്ട് പോവാം. ഓക്കെ, there you'll be seeing a tier system, അതായത് 3 stars വരുന്നത് ഹൈ ഈൽഡ് ടയറിൽ വരുന്നതാണ്. അതായത് ഓൾമോസ്റ്റ് എല്ലാ സെഷൻസും വന്നിട്ടുള്ള നിങ്ങൾക്ക് പാസ്സാവാൻ ക്രിട്ടിക്കൽ ആയിട്ടുള്ളതാണ് ഹൈ ഈൽഡ് മാപ്പ് അല്ലെങ്കിൽ 3 stars കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദെൻ വി ഹാവ് 2 stars വിച്ച് ഇസ് മീഡിയം ഈൽഡ്. ഫ്രീക്വന്റ് അപ്പിയറൻസ് ഉണ്ട്, പക്ഷെ എന്താണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ സ്കോറിംഗ് വെൽ ടു. ദെൻ വി ഹാവ് 1 star or ലോ ഈൽഡ്. ലോ ഈൽഡിലേക്ക് വരുന്ന സമയത്ത് ഒക്കേഷണലി മാത്രമാണ് അപ്പിയർ ചെയ്യുക. ഒരു കോംപ്രഹെൻസീവ് കവറേജിന് ഇത് അത്യാവശ്യമാണ്. ഓക്കെ, ആൻഡ് യു ഷുഡ് അലക്കേറ്റ് യുവർ സ്റ്റഡി ടൈം അക്കോർഡിംഗ്ലി, അതായത് 50% ഹൈ ഈൽഡിനും ദെൻ 30% മീഡിയം ഈൽഡിനും 20% ലോ ഈൽഡിനും ടൈം അലക്കേറ്റ് ചെയ്ത് ഇനി പഠിക്കുക കേട്ടോ. ഓക്കെ, സോ വിൽ സീ വിച്ച് ബ്ലോക്ക് ഹാസ് എ വെരി ഹൈ ഈൽഡ് ആൻഡ് ദെൻ ലോ ഈൽഡ് ടു. ഓക്കെ, നമ്മളിവിടെ ഒന്ന് നോക്കാൻ പോവാണ്. യൂണിറ്റ് ബ്ലോക്സ് കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, യൂണിറ്റ് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്, ലേറ്റസ്റ്റ് ആയിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് വന്നിട്ടുള്ളത് എന്നും അതേപോലെ തന്നെ ഏത് ടയറിലാണ് വരുന്നത് എന്നും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ആണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഡിസംബർ 2025 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ഇത് വരുന്ന ടയർ എന്ന് പറഞ്ഞാൽ വെരി ഹൈ ഈൽഡ് ടയറിലാണ്. ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 1 യൂണിറ്റ് 2 കാളിദാസ ആൻഡ് ഓവർവ്യൂ. ഇതിന്റെ ഫ്രീക്വൻസി 2 ആണ്. ഡിസംബർ 2022 ലാസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ലോ ഈൽഡ് ടയർ. ഇനി വരുന്നത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 അഭിജ്ഞാന ശാകുന്തള ടെക്സ്ച്വൽ അനാലിസിസ്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ആണ്. ആൻഡ് ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് കംസ് അണ്ടർ ഹൈ ഈൽഡ് ടയർ. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 4 അഭിജ്ഞാന ശാകുന്തള ക്യാരക്ടർ അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ്. ഇത് ഫ്രീക്വൻസി വരുന്നത് 7 ആണ്. ഡിസംബർ 2025 ലാസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. കംസ് അണ്ടർ ഹൈ ഈൽഡ് ടയർ. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 1 ദ മഹാഭാരത ആൻഡ് ഓവർവ്യൂ. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 ആണ്. ഡിസംബർ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. കംസ് അണ്ടർ ഹൈ ഈൽഡ് ടയർ. ആൻഡ് ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ദ ഡൈസിങ് ഫ്രം ദ ബുക്ക് ഓഫ് ദ അസംബ്ലി ഹാൾ. ഇതും 7 times ആണ് ഇതിന്റെ ഫ്രീക്വൻസി വരുന്നത്. ഡിസംബർ 2025 ലാസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഇറ്റ് കംസ് അണ്ടർ ഹൈ ഈൽഡ് ടയർ. And then block 2 unit 3 the sequel to the dicing or reading. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3 ആണ്. ജൂൺ 2025 ലാസ്റ്റ് വന്നിട്ടുള്ളത്. കംസ് അണ്ടർ ലോ ഈൽഡ് ടയർ. ആൻഡ് ദെൻ വി ഹാവ് ബ്ലോക്ക് 2 യൂണിറ്റ് 4 ദ ടെംപ്ടേഷൻ ഓഫ് കർണ ഫ്രം ദ ഉദ്യോഗ പർവ. ഇതിൽ ഫ്രീക്വൻസി വരുന്നത് 6 ആണ്. ഡിസംബർ 2025 അപ്പിയർ ചെയ്തിട്ടുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട്. ആൻഡ് ഇറ്റ് കംസ് അണ്ടർ ഹൈ ഈൽഡ് ടയർ. And then we have block 3 unit 1 Shudraga and his play Mrichakadiga an introduction. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. ഡിസംബർ 2025 ലാസ്റ്റ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. കംസ് അണ്ടർ ലോ ഈൽഡ് ടയർ. ദെൻ വി ഹാവ് ബ്ലോക്ക് 3 യൂണിറ്റ് 2 Mrichakadiga പ്ലോട്ട് സ്ട്രക്ചർ ആൻഡ് അനാലിസിസ്. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 8 ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഡിസംബർ 2025 കംസ് അണ്ടർ ഹൈ ഈൽഡ് ടയർ. And then block 3 unit 3 thematic concerns in Mrichakadiga. Appearance വന്നിട്ടുള്ളത് 5 times ആണ്. ഫ്രീക്വൻസി 5 times ആണ്. ഡിസംബർ 2025 ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. കംസ് അണ്ടർ മീഡിയം ഈൽഡ് ടയർ.
And then we have Block 3, Unit 4, Mrichakadiga, Facets of Characterization. 7 times ആണ് frequency. December 2025 last വന്നിട്ടുള്ളത്. Comes under High Yield Chair. And then we have Block 4, Unit 1, Sankam Literature and Chilapatikaram. 5 times ആണ് frequency വരുന്നത്. Last appear ചെയ്തിട്ടുള്ളത് June 2025 Comes under Medium Chair. Then Block 4, Unit 2, Chilapatikaram, a textual analysis. ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7 ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് December 2025 Comes under High Yield Chair. Then we have Block 4, Unit 3, Divine, Human and Immortalized Characters in Chilapatikaram. 5 times ആണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് December 2025 Comes under Medium Yield Chair. And then we have Block 4, Unit 4, Agam and Puram Poetry in Chilapatikaram. 4 times ആണ് frequency വരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് June 2025 Comes under Medium Yield Chair. ഇനിയിപ്പം നമ്മൾ നോക്കിയതിൻ്റെ ഒരു ഫ്രീക്വൻസി ഓവർവ്യൂവിൻ്റെ ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെയിം തിങ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. നിങ്ങൾക്കറിയാം ഫസ്റ്റ് യൂണിറ്റിനും അങ്ങനത്തെ റെഡിൽ വന്നിട്ടുള്ളത് ഹൈ yield ആണ്. ദെൻ മീഡിയം yield ആണ് യെല്ലോ കളറിൽ കൊടുത്തിട്ടുള്ളത്. ലോ yield ആണ് ലൈറ്റ് ബ്ലൂയിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നൗ ടോപ്പ് 5 റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ്. യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. ക്യാരക്ടറൈസേഷൻ ഇൻ മൃച്ഛകടിക, സാഗര ആൻഡ് സർവിലക. 7 ആണ് നമ്പർ ഓഫ് അപ്പിയറൻസ് വരുന്നത്. ജസ്റ്റിസ്, പട്ടിനി, കൾട്ട് ആൻഡ് ഫീമെയിൽ പ്രസൻസ് ഇൻ ശിലാപതികാരം 6 ആണ് അപ്പിയറൻസ് വരുന്നത്. ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് ശാകുന്തള, ജെൻഡർ, കാസ്റ്റ്, കിങ്ഷിപ്പ് 6 ആണ് അപ്പിയറൻസ് വരുന്നത്. ദെൻ മൃച്ഛകടിക, ലവ് തീം ആൻഡ് പ്ലേ ഓഫ് ഹോപ്പ് 6 ആണ് നമ്പർ ഓഫ് അപ്പിയറൻസ് വരുന്നത്. ദെൻ കാമ, ബിലീഫ്, ടെംപ്ടേഷൻ ആൻഡ് ഐഡന്റിറ്റി 5 ആണ് വരുന്നത് കേട്ടോ നമ്പർ ഓഫ് അപ്പിയറൻസ്. നൗ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്. ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻ, ക്യൂറേറ്റഡ് ഹൈലൈറ്റ്സ്. ഇന്ത്യൻ എസ്തെറ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ഇതിൽ 7 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. 5 ആണ് മോസ്റ്റ് റിപ്പീറ്റഡ്. 4 ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾ ദ 4 ആർ വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഭാഷ, ദ സാൻസ്ക്രിറ്റ് പ്ലേ റൈറ്റ്. Write a short note on Sudraga as a dramatist. Write a short note on Baba Budhi as a dramatist. Can Natya Shastra be called the 5th Veda? Discuss. And ഈ 4 ക്വസ്റ്റ്യൻസും മോസ്റ്റ്ലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരു ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റും അതേപോലെ തന്നെ സ്കോറിംഗ് ഫ്രെയിംവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലേൺവൈസിന്റെ PYQ ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. Then we have Abhignana Shakuntala, character analysis and critical perspectives. ഇതിൽ 2 എണ്ണമാണ് most repeated. First, attempt a critical analysis of Abhignana Shakuntala from the point of view of gender. Attempt a critical analysis of Abhignana Shakuntala from the point of view of caste. Examine the notion of kingship in Abhignana Shakuntala. Examine the role of Madhavya as Vidushaga. And ഇതിൽ ഫയർ സൈൻ കൊടുത്തിട്ടുള്ള 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രിപ്പയർ വെൽ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Then Abhignana Shakuntala textual analysis. First question, discuss the theme of concealment in Abhignana Shakuntala. It's very important question. Then examine the difference between the Shakuntala episode in the Mahabharata and Kalidasa's play. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. And then we have what is the function of prologue in Abhignana Shakuntala. Discuss the significance of the spaces of hermitage at the court in Abhignana Shakuntala. ഇത് 4 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഇതിന്റെ ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അതേപോലെ തന്നെ സ്കോറിംഗ് ഫ്രെയിംവർക്സും നിങ്ങൾക്ക് ലേൺവൈസിന്റെ PYQ ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. Now we have the Mahabharata an overview. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, would you consider the Mahabharata to be similar to or different from a Western epic? Elaborate. Okay. Discuss the Mahabharata as a literary text.
How have parables, fables, and myths been used in the Mahabharata? Comment on the complex narrative pattern of the Mahabharata. ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. Then we have the dicing from the book of the assembly hall. Examine the reasons behind Duryodhana's misery and sorrow caught from the text. Explain the significance of the palace of illusions or Maya palace in the Mahabharata. Now, how does Dhritarashtra get manipulated by Duryodhana? Elucidate with examples. Next, was it wrong of Yudhishthira to take Draupadi in a game of dice? Give a recent answers. നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നോക്കുക കേട്ടോ. ആൻസർ ബ്ലൂ പ്രിന്റ്സും അവൈലബിൾ ആണല്ലോ, അത് നോക്കിയിട്ട് റെഫർ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. വാട്ട് പേർപ്പസ് ഡസ് ദ പ്രലോഗ് സീൻ സെർവ് ഇൻ മൃച്ഛകടിക? Next, examine the significance of the gathering of storm clouds in Mrichakadiga. Comment on the use of verse and prose in Mrichakadiga. Would it be right to call Mrichakadiga a play of hope? Discuss. Now, the temptation of Karna from the Udyoga Parva. ഇതെന്ന് വരുന്ന 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ, does Karna believe in Duryodhana's cause? Discuss എന്നുള്ളതും, what is Karna's view of Krishna? Discuss എന്നുള്ളതുമാണ്. And then we have another 2 questions, which is, why does Krishna tempt Karna to join the Pandavas? Examine the implications of caste and class in the story of Karna in the Mahabharata. ഇതൊക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. Prepare well. And as I've already told, full answer blueprints and scoring framework നിങ്ങൾക്ക് Learnwise PYQ bookletൽ അവൈലബിൾ ആണ്. Now, ചിലാപധികാരം a textual analysis. 4 ക്വസ്റ്റ്യൻസിൽ 3 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, റൈറ്റ് എ ബ്രീഫ് നോട്ട് ഓൺ ദ ഫീമെയിൽ പ്രസൻസ് ഇൻ ചിലാപധികാരം. Then, comment on the idea of justice in ചിലാപധികാരം. Write a brief essay on the cult of Patini. Next, analyze the character of Kannagi as the woman protagonist of ചിലാപധികാരം. നെക്സ്റ്റ് വരുന്നത് thematic concerns in Mrichakadiga. ഇതിൽ 3 2 മോസ്റ്റ് റിപ്പീറ്റഡ് ആണ്. ഫസ്റ്റ് is the theme of love central in Shudraga's Mrichakadiga? Discuss. Next, examine some of the dimensions of social life as highlighted in Mrichakadiga. How are the views of the state integrated with the themes of Mrichakadiga? Next വരുന്നത് Mrichakadiga facets of characterization. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. Examine Sagara as an example of characterization in Mrichakadiga. Next question വരുന്നത്, attempt a character analysis of Sarvilaga in Mrichakadiga. Then critically comment on the characterization in Mrichakadiga. ഇനി നിങ്ങൾക്ക് വരുന്നത് 2 predictive practice sets ആണ്, അതായത് 2 full mock papers. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് Learnwiseൽ അവൈലബിൾ ആണ് കേട്ടോ. പ്രാക്ടീസ് സെറ്റ് എയിലേക്ക് വരുമ്പോൾ ഒരു 3 section ഫോമാറ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആൻഡ് നിങ്ങൾക്ക് അറിയാം, യുൽ ബി ഹാവിങ് ദ ടൈം 3 hours. നിങ്ങൾക്ക് പിന്നെ മാക്സിമം മാർക്സ് വരുന്നത് 100 ആണ്. ആൻഡ് എല്ലാ സെക്ഷൻസിന്നും എങ്ങനെയാണോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ആൻസർ ചെയ്യണം. ഓക്കെ, സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ 4 എണ്ണാണ്. യു ഷുഡ് ആൻസർ എനി 4 ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ 100 words. ഓക്കെ, 4 എണ്ണാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. 4 എണ്ണം 100 words ആണ് ഓരോന്നിനും വേണ്ടത്. ആൻഡ് ഓരോന്നിനും നിങ്ങൾക്ക് 5 marks വെച്ച് അങ്ങനെ 20 marks ആണ് സെക്ഷൻ എന്ന് സ്കോർ ചെയ്യാൻ പറ്റുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ്. മൈ ചൈൽഡ്, യു ആർ നൗ ലിവിംഗ് ഫോർ യുവർ ഹസ്ബൻഡ്സ് ഹോം. വെൻ യു എൻറ്റർ ഇറ്റ്, serve your elders with diligence. Be a friend to your co-wives. Even if wronged by your husband, do not cross him through anger. ഇങ്ങനെയുള്ളതാണ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഭാവഭൂതി ആസ് എ സാൻസ്ക്രിറ്റ് ഡ്രാമാറ്റിസ്റ്റ്. ദെൻ തേർഡിലേക്ക് വരുമ്പം, എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ കോണ്ടെക്സ്റ്റ്. I don't have my match on earth or in all 3 worlds. Challenge the Kaunteya to play to a game of dice. Then വരുന്നത് ഫോർത്ത് ആണ്, വാട്ട് ഇസ് സംഘം ലിറ്ററേച്ചർ എന്നുള്ളതാണ്. ആൻഡ് ഫിഫ്ത്തിലേക്ക് വരുമ്പോൾ, വാട്ട് പർപ്പസ് ഡസ് ദ പ്രലോഗ് സെർവ് ഇൻ Mrichakadiga?
സിക്സ്ത്തിലേക്ക് വരുമ്പം റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് രസ ഇൻ ഇന്ത്യൻ എസ്തെറ്റിക്സ്. ഇങ്ങനെ 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇതിൽ 4 നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ഓരോന്നിനും 5 മാർക്സ് ആണ്. അങ്ങനെ മൊത്തം 20 മാർക്സ് ആണ് സെക്ഷൻ എന്ന്. ആൻഡ് ഈച്ച് ഷുഡ് ബി ആൻസർഡ് ഇൻ 100 വേർഡ്സ്. ദെൻ സെക്ഷൻ ബിയിലേക്ക് വരുമ്പോൾ 2 ആൻസർ എനി 2 ആൻഡ് ഇറ്റ് ഷുഡ് ബി ഇൻ 250 വേർഡ്സ്. ഓക്കെ, 2 എഴുതേണ്ടത്, ഓരോന്നും 250 വേർഡ്സിലായിരിക്കണം. ആൻഡ് ഓരോന്നിനും 10 മാർക്സ് ആണ്. അങ്ങനെ 20 മാർക്സ് ആണ് സെക്ഷൻ ബി നിന്നും സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് ധർമ്മ ആസ് ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദ മഹാഭാരത. മഹാഭാരതയിൽ കോൺസെപ്റ്റ് ഓഫ് ധർമ്മനെ എക്സാമിൻ ചെയ്യാനാണ് കേട്ടോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോമന്റ് ഓൺ ദ തീമാറ്റിക് റിച്ച്നെസ് ഓഫ് മൃച്ഛകടിക. മൃച്ഛകടികയിലുള്ള തീംസ്. ഓക്കെ, ദെൻ വി ഹാവ് തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഹൗ ദ തീം ഓഫ് കിങ്ഷിപ്പ് ഇസ് ഹാൻഡിൽഡ് ബൈ കാളിദാസ ഇൻ അഭിജ്ഞാന ശാകുന്തള. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് അകം ആൻഡ് പുറം ഇൻ സംഘം പോയറ്റിക്സ്. ഇങ്ങനെ വരുന്നതിൽ 2 നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, യു ആർ ഗിവൻ വിത്ത് 4 ക്വസ്റ്റ്യൻസ്. അതിൽ 2 250 വേർഡ്സിന് ആൻസർ ചെയ്യുക. ദെൻ വി ഹാവ് സെക്ഷൻ സി, ആൻസർ എനി 3 in about 350 to 500 words each. ഓക്കെ, 3 ആൻസർ ചെയ്യേണ്ടത്. 350 words to 500 words ആണ് വരേണ്ടത്. ആൻഡ് 3 ആൻസർ ചെയ്യുമ്പോൾ ഓരോന്നിനും 20 മാർക്സ് ആണ്. മൊത്തം 60 മാർക്സ് സെക്ഷൻ സി എന്നാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, critically analyze the treatment of women in Abhignana Shakuntala with reference to at least 3 female characters. ഓക്കെ, 3 ഫീമെയിൽ ക്യാരക്ടേഴ്സിന്റെ റെഫറൻസ് യൂസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ഇവിടെ എഴുതാൻ. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സാമിൻ ദി ക്യാരക്ടർ ഓഫ് കർണ ആൻഡ് ഡിസ്കസ് ഹിസ് ഡിലേമ ഓഫ് ലോയാലിറ്റി വേഴ്സസ് ഐഡന്റിറ്റി. ഓക്കെ, കർണന്റെ ക്യാരക്ടർ വെച്ചിട്ട് ഡിലേമ ഓഫ് ലോയാലിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ആണ് നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. ദെൻ വരുന്ന തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വുഡ് ഇറ്റ് ബി റൈറ്റ് ടു കോൾ മൃച്ഛകടിക എ പ്ലേ ഓഫ് ഹോപ്പ്? ഡിസ്കസ് വിത്ത് എക്സാമ്പിൾസ്. മൃച്ഛകടിക എന്ന് പറയുന്നത് ഹോപ്പ് തരുന്ന ഒരു പ്ലേ ആണോ, അല്ലെങ്കിൽ പ്ലേ ഓഫ് ഹോപ്പ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒന്നാണോ എന്നുള്ളത് എക്സാമ്പിൾസ് യൂസ് ചെയ്ത് ഡിസ്കസ് ചെയ്യാണ് തേർഡ് ക്വസ്റ്റ്യൻ. Then fourth one, write a detailed note on divine, human and immortalized characters in Chilapadikara. Then fifth വരുന്നത്, discuss the significance of the Pandavas' gesture as they leave for their exile. Okay. And then sixth question വരുന്നത്, critically comment on characterization in Mrichakadika with reference to Sagara and Sarvilaga. Okay. ഇത്രയാണ് നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഡു ട്രൈ ഇറ്റ് ഔട്ട്. ദെൻ സെക്ഷൻ ബി, ഓക്കെ സോറി, പ്രാക്ടീസ് സെറ്റ് ബിയിലേക്ക് വരുമ്പം ഹൈ പ്രോബബിലിറ്റി പ്രൊഡക്റ്റീവ് പേപ്പർ ആണ്. ട്രെൻഡിങ് എക്സാം പാറ്റേൺസും അസൈൻമെന്റ് സിഗ്നൽ ഓവർലാപ്പും വെച്ചിട്ടുള്ള ഒരു പാറ്റേണിന്റെ ബേസിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇതിലും സെയിം തിങ്, 3 hours ആണ് നിങ്ങൾക്ക് ടൈം വരുന്നത്. മാക്സിമം 100 മാർക്സിനാണ്. ആൻഡ് എല്ലാത്തിനും എങ്ങനെയാണോ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ, സെക്ഷൻ എയിലേക്ക് വരുമ്പോൾ ആൻസർ എനി 4 about 100 words each and each will carry 5 marks which gives you a total of 20 marks. ഓക്കെ, 4 എഴുതേണ്ടത്, 100 words ആണ് ഓരോന്നിനും കൊടുക്കേണ്ടത്. ആൻഡ് ഓരോന്നിലും, അതായത് ഓരോന്ന് എഴുതുന്നതിനനുസരിച്ച് യു വിൽ ബി ഗെറ്റിംഗ് 5 marks each. ഓക്കെ, അങ്ങനെ ടോട്ടൽ 20 ആണ് സെക്ഷൻ എയിൽ വരുന്ന മാർക്ക് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, write a short note on Sudraga as a dramatist. സൂദ്രകനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ്. ഇനി സെക്കൻഡ്, explain with reference to the context. This music hall is empty. Where could the actors have gone? I got it. The home of a sonless person is empty. He who doesn't have a real friend finds all the time empty. The quarters are empty to a fool and everything is empty to a poor man. ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ദെൻ തേർഡ് വരുന്നത്, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പാലസ് ഓഫ് ഇല്യൂഷൻസ് ഇൻ മഹാഭാരത? ദെൻ ഫോർത്ത് വരുന്നത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൂത്രധാർ ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ. ദെൻ ഫിഫ്ത്തിലേക്ക് വരുമ്പോൾ explain with reference to the context ആണ് അടുത്തത്. Perish the sinful thought, why are you out to sully your family's honor and to make me fall? And then last section എയിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ സിക്സ്ത് ക്വസ്റ്റ്യൻ, differentiate between Sanskrit drama and Tamil poetics. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ദിസ് ഇസ് എ
ഫസ്റ്റ് സെക്ഷൻ ഓഫ് എ ഹൈ പ്രോബിലിറ്റി പ്രെഡിക്റ്റീവ് പേപ്പർ. ദെൻ വരുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പം യു ഷുഡ് ആൻസർ എനി ടു അബൌട്ട് 250 വേർഡ്സ് ഈച്ച്. ആൻഡ് നിങ്ങൾ 2 ക്വസ്റ്റ്യൻ എഴുതി 250 വേർഡ്സിൽ കവർ ചെയ്യുന്ന സമയത്ത് ഓരോന്നിനും 10 മാർക്സ് ആണ് വരുന്നത്. മൊത്തം 20 മാർക്സ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രലോഗ് ഇൻ അഭിജ്ഞാന ശാകുന്തള. അഭിജ്ഞാന ശാകുന്തളയിൽ പ്രലോഗിന്റെ സിഗ്നിഫിക്കൻസ് എഴുതാനാണ്. സെക്കൻഡ് വന്നിട്ടുള്ളത് would you consider the Mahabharata similar to or different from a Western epic? Discuss. അതായത് വെസ്റ്റേൺ എപ്പിക് പോലെ തന്നെയാണോ മഹാഭാരത, അല്ലെങ്കിൽ അതൊന്ന് ഡിഫറെന്റ് ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ്. ദെൻ തേർഡ് വൺ, എക്സാമിൻ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻ ദ സ്റ്റോറി ഓഫ് കർണ. കർണന്റെ സ്റ്റോറിയിൽ കാസ്റ്റിന്റെയും ക്ലാസിന്റെയും ഇംപ്ലിക്കേഷൻസ് എഴുതാനാണ്. ദെൻ ഫോർത്ത് വൺ വരുന്നത് ഡിസ്കസ് ദ ഫീമെയിൽ പ്രസൻസ് ഇൻ ചില്ലാപതികാരം. ഇങ്ങനെയുള്ള 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 2 എണ്ണാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ സെക്ഷൻ സി, answer any 3 about 350 to 500 words each, and each will be carrying 20 marks each, and your total score from section C will be 60. Okay, adile first question ennu parnal examine the theme of concealment in Abhignana Shakuntala. Theme of concealment Abhignana Shakuntalayil explain cheyanulladana. Second varunathu, why does Duryodhana plot to vanquish the Pandavas? Endondana Pandavasine വാങ്ക്വിഷ് ചെയ്യാൻ ദുര്യോധന പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് കോമന്റ് വിത്ത് റെഫറൻസ് ടു ദ ടെക്സ്റ്റിനെ വെച്ചിട്ട് തന്നെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ദെൻ വി ഹാവ് കോമന്റ് വിത്ത് റെഫറൻസ്, തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ആർ ദ വ്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് ഇന്റഗ്രേറ്റഡ് വിത്ത് ദ തീം ഓഫ് മൃച്ഛകടിക. ദെൻ വി ഹാവ് ഫോർത്ത് ക്വസ്റ്റ്യൻ, write a detailed note on Agam and Puram Thinis and their corresponding landscapes in Chilapatikaram. Then fifth one വരുന്നത് comment on the idea of justice in Chilapatikaram. ഇനി ലാസ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ കോംപ്ലക്സ് നറേറ്റീവ് പാറ്റേൺസ് ഓഫ് മഹാഭാരത. ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഡു ട്രൈ ബോത്ത്. ഓക്കെ, 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ട്രൈ ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ലാക്ക് ചെയ്യുന്നത് അവിടെ ഫോക്കസ് ചെയ്തിട്ട് പിന്നെ പഠിക്കുക. നൗ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റിലേക്ക് വരുമ്പോൾ ഹൈ ലെവൽ ഫ്രെയിംവർക്ക് ഫോർ സ്ട്രക്ചറിങ് എക്സാം ആൻസേഴ്സ് എന്നുള്ളതാണ്. ദ ഇൻട്രോ ബോഡി കൺക്ലൂഡ് ഫ്രെയിംവർക്ക് ആണ് വരേണ്ടത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു 20 മാർക്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 500 to 600 വേർഡ്സിന് നിങ്ങൾ ആദ്യം തന്നെ എയിം ചെയ്ത് വെക്കാം. ഫസ്റ്റ് വരേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്. അത് നിങ്ങൾക്ക് ഒരു 2 to 3 സെന്റൻസസിൽ, അതായത് കീ കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യുക, എന്തുകൊണ്ടാണ് അത് മാറ്റർ ചെയ്യുന്നത് എന്ന് പറയുക. അതേപോലെ തന്നെ നിങ്ങളുടെ ആൻസേഴ്സിന് ഒരു സ്കോപ്പ് സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ബോഡിയിലേക്ക് വരുമ്പോൾ ഒരു 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് വേണം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിൽ ഓരോന്നിനും ബ്രീഫ് എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവണം. കാരണം ഓരോ പോയിന്റ്സും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാണ് വേണ്ടത്. ആൻഡ് ടോപ്പിക് സെന്റൻസസ് യൂസ് ചെയ്യുക. SLM അല്ലെങ്കിൽ റിയലിസ്റ്റിക് സെനേറിയോസ് എന്നുള്ള എക്സാമ്പിൾസ് യൂസ് ചെയ്യാനും ശ്രദ്ധിക്കുക. ദെൻ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു 2 to 3 സെന്റൻസിൽ കൺക്ലൂഡ് ചെയ്യുക. അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് റിട്രേറ്റ് ചെയ്യുക, ഇംപ്ലിക്കേഷൻസും മോഡേൺ റെലവൻസും സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്റ്റേറ്റ് ചെയ്യുക, ആൻഡ് കോൺഫിഡന്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യുക കേട്ടോ. ദിസ് ഇസ് ഹൗ യുവർ ആൻസർ സ്ട്രക്ചർ ഷുഡ് ബി. ഓക്കെ, നൗ സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ്. തിയറി ബേസ്ഡ് ആൻസേഴ്സിലേക്ക് വരുമ്പോൾ തിയറി ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യുക. ഹു, വെൻ, വാട്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യുക. കോർ കോമ്പണൻസ് അല്ലെങ്കിൽ സ്റ്റേജസ് SLM ടെർമിനോളജി യൂസ് ചെയ്ത് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് മാനേജേഴ്സിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യുക. ദെൻ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ക്രിറ്റിസിസംസ് പ്രോപ്പർലി അഡ്രസ് ചെയ്യുക. മോഡേൺ പ്രാക്ടീസ് അല്ലെങ്കിൽ റിലേറ്റഡ് തിയറീസുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നത് ബാലൻസ്ഡ് അനാലിസിസ് ആയിരിക്കണം. മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്, അതിന്റെ പ്രോസ്, കോൺസ്, ട്രേഡ് ഓഫ്സ് ഇതൊക്കെ വന്നിരിക്കണം ഒരു ഡിസ്കസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ. ആൻഡ് അറ്റ് ദ സെയിം ടൈം എക്സ്പ്ലെയിനിലേക്ക് വരുമ്പോൾ ഡെപ്തും ക്ലാരിറ്റിയും വേണം. ഓക്കെ, ക്ലിയർ കോമ്പണൻസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുക, എങ്ങനെയാണ് അത് ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ളത് എന്നും കറക്റ്റ് ആയിട്ട് കാണിക്കുക. ഓക്കെ, ഒരിക്കലും ഒരു എക്സ്ട്രീം പൊസിഷൻ ഡിസ്കസ് ആൻസേഴ്സിൽ എടുക്കരുത്. അതിന്റെ ട്രേഡ് ഓഫ്സും അക്നോളജ് ചെയ്തിരിക്കണം. നൗ ടൈം മാനേജ്മെന്റ് ഡ്യൂറിങ് ദ എക്സാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് 5 minutes നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കെയർഫുൾ ആയിട്ട് വായിക്കാനും നിങ്ങൾ ഇതിലാണ് കോൺഫിഡന്റ് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നിങ്ങൾക്ക് എടുക്കാവുന്ന ടൈമാണ് ഈ ഒരു 5 minutes എന്നുള്ളത്. ആൻഡ് ദെൻ 30 minutes റൈറ്റ് ഈച്ച് ആൻസർ. ഓക്കെ, ഓരോ ആൻസേഴ്സും എഴുതുക. ഒരു
എന്താ പറയാ, ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ബോഡി, അതായത് ഒരു 4 to 6 പോയിന്റ്സ് ഞാൻ പറഞ്ഞല്ലോ, അത് കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. ദെൻ കൺക്ലൂഷൻ കൊടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ 6 minutes അതിൽ ഈ ചാൻസസ് നിങ്ങൾക്കൊന്ന് റിവ്യൂ ചെയ്യാൻ, അതായത് മിസ്സിംഗ് വേർഡ്സ്, കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനാണ് ഈ 6 minutes എടുക്കേണ്ടത് ഓരോ ആൻസേഴ്സിനും. ആൻഡ് ദെൻ 15 minutes ഇത് നിങ്ങളുടെ ഫൈനൽ റിവ്യൂ ആണ്. ഇവിടെ ചെറിയ ചെറിയ കറക്ഷൻസ് മാത്രം വരുത്തുക. ഒരിക്കലും റീറൈറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ ആ ഒരു സമയത്ത് കൊണ്ടുവച്ച് ചെയ്യരുത്. ഓക്കെ, ആൻഡ് കീപ് ഇൻ മൈൻഡ് ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. ഒരു വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള 400 വേർഡ്സ് ആൻസറിനാണ് കൂടുതൽ സ്കോർ വരിക. ഒരിക്കലും വെറുതെ റാമ്പിൾ ചെയ്യുന്ന ഒരു 800 വേർഡ്സിനായിരിക്കില്ല മാർക്ക് കൂടുതൽ. ഓക്കെ, നൗ ഗെറ്റ് ദ ഫുൾ വർക്ക് ആൻസേഴ്സ്. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു പ്രാക്ടീസ് സെറ്റ് എയും പ്രാക്ടീസ് സെറ്റ് ബിന്റെയും ഒക്കെ ഫുൾ ആൻസർ സെറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്, ലേൺവൈസിൽ അവൈലബിൾ ആണ്. ആൻഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് PYQ ബുക്ക്ലെറ്റും അവൈലബിൾ ആണ്. ആൻഡ് നിങ്ങൾക്ക് ഓരോ ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജിക്കും പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സും നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നതാണ്. ഓക്കെ, ദീസ് ആർ ദ തിങ്സ് ദാറ്റ് യു വുഡ് അൺലോക്ക് ഇൻസൈഡ് ലേൺവൈസ്. ഒരു ഫുൾ വർക്ക്ഡ് പ്രാക്ടീസ് സെറ്റ് എ ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് അവൈലബിൾ ആണ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസറിന്. ആൻഡ് ദെൻ എക്സ്ട്രാ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ബാക്സ് നമ്മൾ തരുന്നുണ്ട്, ലേറ്റസ്റ്റ് സെഷൻസ് ഒന്ന് ക്യൂറേറ്റ് ചെയ്തെടുത്തിട്ട്. ആൻഡ് ദെൻ ആൻസർ റൈറ്റിംഗ് അല്ലെങ്കിൽ ആൻസർ പ്രസന്റേഷനിലും സ്കോറിംഗിലും ഒക്കെ ഒരു സ്ട്രക്ചർഡ് ഗൈഡൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് എക്സാമിന്റെ മുന്നേ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഒരു മെന്റർ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ലേൺവൈസിന്റെ അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റത്തിന്റെ ആക്സസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നൗ ദിസ് ഇസ് ഹൗ യു ക്യാൻ ജോയിൻ ലേൺവൈസ്. ഓക്കെ, നിങ്ങൾക്ക് നമ്മുടെ ഒരു ടീം ഗൈഡ് ചെയ്തോളും ബാക്കി എൻറോൾമെന്റ് പ്രോസസ്സ് കാര്യങ്ങളിലേക്ക്. Now all the very best for your TE exam. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് പ്രിപ്പയർ വെൽ. ഓക്കെ, നല്ലോണം പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് എക്സാം ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ എക്സാം. ബൈ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.